ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങി ഒരു 3 ആഴ്ച ആയിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. ആ സമയത്താണ് 5 പേര് ഹൗസിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഈ 5 പേരും തുടക്കത്തിൽ എനിക്ക് അത്ര നല്ല കണ്ടസ്റ്റൻസ് ആയിട്ടൊന്നും ഫീൽ ചെയ്തിരുന്നില്ല, അത്ര നല്ല പ്ലേയേഴ്സ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല. ഈ വൈൽഡ് കാർഡുകൾ 5 പേരും പോകെ പോകെ നമ്മൾക്ക് മനസ്സിലായി ആകെ 2 പേര് അതിനകത്ത് കൊള്ളാം, ബാക്കി 3 പേരും പോക്കാണ് എന്ന് മനസ്സിലായി. പിന്നീട് നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരാളെ ആ കൂട്ടത്തിൽ ഇത്തിരിയെങ്കിലും ഒരു ഫയർ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ഉള്ളൂ. അതിപ്പോ നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഏത് രീതിയിൽ ഗെയിം കളിച്ചാലും 100 ദിവസം അവിടെ തികയ്ക്കും എന്ന് തോന്നിയ ആ ഒരു ഫയർ കാഴ്ച വെച്ച എല്ലാവർക്കെതിരെയും പ്രതികരിക്കുന്ന ഒരൊറ്റ ഒരു കണ്ടസ്റ്റന്റ് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അതാരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലക്ഷ്മിയാണ്. ബാക്കി 4 പേരും കണക്കായിരുന്നു, ഒന്നിനൊന്ന് വേഴ്സ്റ്റ് കണ്ടസ്റ്റൻസ് തന്നെ ആയിരുന്നു. ഈ സീസണിലെ വൈൽഡ് കാർഡുകൾ തീർച്ചയായിട്ടും ലക്ഷ്മി ഒഴികെയുള്ള ബാക്കി 4 പേരും വളരെ മോശമായിരുന്നു എന്നുള്ള അഭിപ്രായമുണ്ട് എനിക്ക്. അപ്പൊ അവര് എല്ലാവരും ഔട്ടായി. ഞാൻ അവരെ അതിനെപ്പറ്റി ഒന്നും കൂടുതൽ പറയുന്നില്ല. ആസ് വൈൽഡ് കാർഡ് കണ്ടസ്റ്റൻസ് അവര് വളരെ വീക്കായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഈ കൂട്ടത്തില് സാബുമാൻ എന്ന് പറയുന്ന ഈ ഒരു കണ്ടസ്റ്റന്റ്, സാബുമാൻ വളരെ സേഫ് ആയിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ വീഡിയോയുടെ ഒരു കണ്ടിന്യൂവേഷൻ എന്നിലേക്ക് പറയുകയാണ്, സാബുമാൻ വളരെ സേഫ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സാബുമാൻ ഒരു ഗെയിമും ആ ഹൗസിനകത്ത് ഇല്ല. സാബുമാൻ അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് സാബുമാൻ തന്നെ അറിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ലാഘവത്തോടെയാണ് ഈ ഗെയിമിനെ സാബുമാൻ നോക്കി കാണുന്നത്. ഒരു രീതിയിലും ഗെയിം കളിച്ച് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ എല്ലാവർക്കെതിരെയും പ്രതികരിക്കണം, റിയാക്ട് ചെയ്യണം, അഭിപ്രായങ്ങൾ തുറന്നു പറയണം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയണം, അങ്ങനെ ഒന്നും സാബുമാൻ അവിടെ ഗെയിം കളിക്കുന്നില്ല. അത് തീർച്ചയായിട്ടും സാബ്മാന്റെ ഗെയിമിന് ഒരു വലിയ പോരായ്മ തന്നെയാണ്. എന്ത് ഗെയിം വേണമെങ്കിലും കളിച്ചോട്ടെ, ആ ഒരു എന്താ പറയുക ക്യൂട്ട്നെസ്സോ നന്മപരമോ എന്ത് വേണമെങ്കിലും കളിച്ചോട്ടെ, പക്ഷെ ആ രീതിയിലുള്ള കോണ്ടന്റുകൾ പുറത്തേക്ക് വരണം. അത് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അല്ലാത്ത പക്ഷം അവിടുന്ന് പുറത്തേക്ക് ഇടേണ്ട ഒരു മരപ്പാഴ് കണ്ടസ്റ്റന്റ് തന്നെയാണ് ഈ സാബ്മാൻ എന്ന് പറയുന്നത്. പക്ഷെ ബിഗ് ബോസ് എന്ത് ചെയ്തു? അത്യാവശ്യം അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന സാബുമാനെ പോലെ തന്നെ വൈൽഡ് കാർഡ് ആയിട്ട് പ്രവേശിച്ച ലക്ഷ്മിയെ പിടിച്ച് പുറത്താക്കി. സാബുമാനെ ഹൗസിൽ തന്നെ ഇട്ടു. ഇത് തന്നെ ഒരു വലിയൊരു ബയസ്ഡ് ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാവും. പ്രേക്ഷകരുടെ ആണെങ്കിലും ബിഗ് ബോസിന്റെ ആണെങ്കിലും ലക്ഷ്മിയെ പുറത്താക്കിയത് പ്രേക്ഷകരാണെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. സാബുമാനെ നോമിനേഷൻ ലിസ്റ്റിൽ വന്നപ്പോൾ പോലും പ്രേക്ഷകർ പുറത്താക്കാൻ തയ്യാറായില്ല. അതിനർത്ഥം മിണ്ടാതെ നിൽക്കുന്നവരെയാണ് പ്രേക്ഷകർക്ക് ഇഷ്ടം, അല്ലാതെ റിയാക്ട് ചെയ്യുന്നവരെയോ അത്യാവശ്യം അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നവരെ പ്രേക്ഷകർക്ക് ഇഷ്ടമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മലയാളം ബിഗ് ബോസിന് ഇപ്പോഴും ഉള്ള ഒരു പോരായ്മയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. നല്ലപോലെ സംസാരിക്കുന്നവരെ അല്ലെങ്കിൽ നല്ലപോലെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നവരെ അവിടെ നിർത്താൻ പ്രേക്ഷകർക്ക് എന്തോ മടിയാണ്. ഇതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സാബുമാൻ ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു വേസ്റ്റ് കണ്ടസ്റ്റന്റ് തന്നെയാണ് ഈ സീസണിലെ. വെറും വേസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ്. ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സാധനം സാബുമാൻ അവിടെ കാണിച്ചിട്ടില്ല. ക്വാളിറ്റി പോയിട്ട് ഒന്നും കാണിച്ചിട്ടില്ല. വളരെ ഫേക്ക് ആയിട്ടാണ് നിൽക്കുന്നത്. യഥാർത്ഥ സ്വഭാവം ഇങ്ങനെയൊന്നും അല്ലാതെ 1-2 സിറ്റുവേഷൻസ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അനീഷിനെ പിടിച്ചു നിർത്തുന്ന ആ ഒരു സമയത്തൊക്കെ വളരെ അരഗന്റ് ആയിട്ട് തന്നെയാണ് അനീഷിന്റെ അടുത്ത് പെരുമാറിയത്. അപ്പൊ അതൊന്നും നമുക്ക് നന്മമരമാണ്, നന്മയുടെ നിറകുടമാണെന്നൊന്നും പറഞ്ഞ് നമുക്ക് പോസിറ്റീവ് പറയാൻ തോന്നാറില്ല എന്നുള്ളതാണ് സത്യം. ഇതൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.